ഹലോ, ഇന്ന് ഞാനൊരു വെജ് നൂഡിൽസ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് വന്നില്ലായിരുന്നു. ആ വെജ് നൂഡിൽസ് ആണ്. രാവിലെ ഇപ്പോൾ ഏകദേശം 10:30 11 ആയി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, വന്ന് തന്നെ ലേറ്റായില്ലേ. അപ്പോൾ എളുപ്പം നമുക്ക് വെജ് നൂഡിൽസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഈസിയാണ്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. വരൂ. ഇത് സാധാരണ മാഗി നൂഡിൽസൊക്കെ ഇല്ലേ, സാധാരണ നമ്മുടെ നൂഡിൽസ് വരത്തില്ലേ ആട്ടയുടെ, അതൊക്കെ പോലെ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇത് കുറച്ചിട്ടിട്ട് നികച്ച വെള്ളം നല്ല മേലെ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മേലെ തന്നെ കുറച്ച് നികന്ന് നിൽക്കണം. അത്ര വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് 5 മിനിറ്റ്സ് ബോയിൽ ചെയ്താൽ മതി. ബോയിൽ ചെയ്തിട്ട് നമ്മൾ ആ വെള്ളം കളയില്ലേ, അതുപോലെ തന്നെയാണ് സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ, നൂഡിൽസ് പാക്കറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് ആകുമല്ലോ. ഇതുണ്ട്, കുറച്ച് നികന്നൊഴിക്കണം, ഇച്ചിരി വെള്ളം ഒഴിക്കണം. നമുക്ക് ഇത് വെള്ളം നികന്നാക്കിയിട്ടുണ്ട്. അവിടെ ഇനി മേലെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഇത്രയും വെള്ളമുണ്ട്. ഇത് കുറച്ച് വേവട്ടെ കേട്ടോ. 10 മിനിറ്റ്സ് വെന്താൽ മതിയേ. 10 മിനിറ്റ്സ് വെന്ത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളയണം കേട്ടോ. സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്നവർ ഇപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ. ഇത് കണ്ടോ, നൂഡിൽസിന് വേണ്ടത് ക്യാരറ്റ്, ബീൻസ്, കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് ഒനിയനും വേണം കേട്ടോ. ഒനിയൻ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് കൊറിയൻഡർ ലീവ്സ്. ഓക്കെ, ഞാൻ എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്താണെന്നറിയോ, ഇപ്പോൾ സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്, അതെടുക്കാം. ക്യാപ്സിക്കം യൂസ് ചെയ്യാം. എൻ്റെ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഈ വെജിറ്റബിൾ എല്ലാം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നാന്ന് വെച്ചാന്നറിയോ, പിന്നെ 2 മുട്ട. ഓക്കെ, നിങ്ങൾക്ക് എത്ര മുട്ട വേണം ഇടാം. ഞാൻ മുട്ട ഇട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തെന്നറിയോ, ഞാൻ ഇന്നലെ കഴിച്ചതല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത്. അപ്പോൾ ഇന്ന് ആഘോഷപൂർവ്വം ഒന്ന് തിന്നണം. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നീട് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ്, ചില്ലി സോസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആക്കാവേ. അതൊന്നും ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല ഞാൻ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത്രയും എന്താ മതി കേട്ടോ. ഇതുണ്ടോ, ഹാഫ് ബോയിൽ ആയാൽ മതിയേ. എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് വെറുതെ. ഓക്കെ, നോക്കി ഇത്ര വെന്താൽ മതി കേട്ടോ. ഇനി ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഞാൻ ഉണ്ടല്ലോ എഗ്ഗ് സെപ്പറേറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുവാണ്. എന്തെന്ന് വെച്ചാൽ എന്തോ, ഈ നമ്മളിപ്പം ഇത് എഗ്ഗ് എടുത്തില്ലേ, വെജിറ്റബിൾ എല്ലാം ഇടുമ്പോൾ എന്താ പറയുക, അത് മിക്സ് ആയിപ്പോവും. അപ്പോൾ ഇത് സെപ്പറേറ്റ് കിട്ടത്തില്ല തിന്നാൻ. അതുകൊണ്ട് ഞാൻ അതൊന്ന് ഫസ്റ്റ് അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി ഞാൻ ഉണ്ടാക്കുന്നത്. ഇത്രയും ദിവസവും പിന്നെ ഫുഡ് റെസിപ്പി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. ഇത് കുറച്ച് ചൂടാവട്ടെ. ചൂടാവുന്നുണ്ടേ, നമുക്ക് മുട്ട ഇടാം കേട്ടോ. നിങ്ങൾക്ക് എത്ര മുട്ട വെള്ളം എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇത് കുറച്ച് നല്ലപോലെ ചൂടായി കഴിഞ്ഞ മുമ്പ് മറിച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ എല്ലാം പൊട്ടി പോകും. കുറച്ച് സിം കുറയ്ക്കണേ. ഇതുണ്ടോ, സൈഡ് നോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ആയില്ലേ, നോക്കിയേ. ഇത് കണ്ടോ, സെപ്പറേറ്റ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനൊക്കെ കിട്ടും. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. കഴിഞ്ഞു. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. അധികം എണ്ണ വേണ്ട, എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, നിങ്ങൾക്ക് എത്ര വേണം അത്ര ഒഴിച്ചാൽ മതിയേ. കുറച്ച് ഉള്ളി ഇടാം. ഞാൻ ചെറുതാക്കിയാണ് ഉള്ളി അരിഞ്ഞിരിക്കുന്നത്. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിലും അരിയാം കേട്ടോ. ഞാൻ സ്മോൾ പീസാക്കി അരിഞ്ഞിരിക്കുന്നത്. എന്നാൽ പിന്നെ പെട്ടെന്ന് ആകുമല്ലോ. ഇത് കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യാവേ. കുറച്ച് ഒത്തിരി ഫ്രൈ ചെയ്യില്ല കേട്ടോ. കുറച്ച് കളർ മാറിയാൽ മതി. ഈ നൂഡിൽസ് നൂഡിൽസ് പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഫ്ലേവർ ചേഞ്ച് ആകും. കളർ ചേഞ്ച് ചെയ്താൽ മതി. ഇത്ര മതി. ഇതിൻ്റെ കൂടെ നമുക്ക്
ഗ്രീൻ ചില്ലി, ബീൻസ്, ക്യാരറ്റ് കണ്ടോ, ഇത്ര ഇടാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നല്ലതാണേ. ഇത് കുറച്ച് മീഡിയം ഫ്രൈ ആവും. ഇത് സോഫ്റ്റ് ആകാണ്ട് കുറച്ച് ഉപ്പിടാം കേട്ടോ. നോക്കിക്കൊണ്ടിടുള്ളൂ ഉപ്പിടണേ. അയ്യോ, ടൊമാറ്റോ ഇടുന്ന കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ ഇടാവേ. ഞാൻ മറന്നുപോയി അത് പറയാനേ. ഞാൻ എടുത്തു വെച്ചതാണ്, ഇടാൻ മറന്നുപോയി. കുറച്ചിടാം. അത് കുറച്ച് സോഫ്റ്റ് ആവട്ടെ. നമുക്ക് വെജിറ്റബിൾ എല്ലാം ഹാഫ് ബോയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നൂഡിൽസ് ഇടാം കേട്ടോ. ഇങ്ങനെ ലെയർ ലെയറായി ഇട്ടാൽ മതിയേ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആ വെജിറ്റബിൾ എല്ലാം മേലെ വന്നില്ലേ, ഇതുണ്ടോ? നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പിടാം. ഇതുകൊണ്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതുണ്ട് വെജിറ്റബിൾ എല്ലാം മേലെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് കൊറിയൻഡർ പൗഡർ ഇടാവേ. കുറച്ചിട്ടാൽ മതി, ഇടണ്ട. കുറച്ച് ചില്ലി പൗഡർ. ഇപ്പം ഈ സമയത്തുണ്ടല്ലോ ഈ ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണേൽ ടൊമാറ്റോ സോസ്, ചില്ലി സോസൊക്കെ ആക്കാം, ഒഴിക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർ ആയിരിക്കും. കണ്ടോ, ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. നോക്കി, ഇതുണ്ട്. ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കുവാണെങ്കിൽ, ചില്ലി സോസ് എല്ലാം സോയാ സോസൊക്കെ ഒഴിക്കുകയാണെങ്കിൽ എന്നറിയാം, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ടല്ലേ ചെയ്യും. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് മുട്ട ഇടാം കേട്ടോ. ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയില്ലേ, അതാണേ. ഇതുണ്ടോ, ഇതങ്ങനെ കിടക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടും. ഇതിപ്പോൾ എഗ് നൂഡിൽസ് ആയിട്ടുണ്ട്. ഇതുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കൊറിയൻഡർ ലീവ്സ് ഇടാവേ. നോക്ക്, ഇത്രയേ ഉള്ളൂ എഗ് ഡ്രൈ മീൻസ് വെജിറ്റബിൾ ആട്ട മീൻസ് ആട്ട നൂഡിൽസ്. ഓക്കെ, വിത്ത് എഗ്. ഓക്കെ, ഒരു ഈസി റെസിപ്പിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ സോസുകളെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ആക്കിയിട്ട് യൂസ് ചെയ്തോളൂ. വെരി ടേസ്റ്റി ആയിരിക്കും. ഞാൻ സെർവിങ് പ്ലേറ്റിലാക്കിയിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. നോക്കാം, എൻ്റെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ് നൂഡിൽസ് നോക്കി, എഗ് എല്ലാം അങ്ങനെ ഉണ്ട്. ഇത് കണ്ടോ, വെരി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. വെരി ഈസി റെസിപ്പിയാണേ. അപ്പം നമുക്ക് വീട്ടിൽ വിശക്കുവാണ്, ഒന്നും ചോറും കറിയൊക്കെ 3 നേരം തിന്നുമ്പോൾ ഭയങ്കര ബോറടിക്കല്ലേ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ചോറ് അധികം കഴിക്കാറില്ല. അപ്പം ഇതാണ് കഴിക്കുക. ഇങ്ങനത്തെയൊക്കെയാണ് സാധാരണ കഴിക്കാറുള്ളത്. ഓക്കെ, നോക്കി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ബൈ, ടേക്ക് കെയർ.